സ്വേച്ഛാധിപതികൾ ബിഗ് ബോസിനെ തകർക്കുമോ? അപ്പാനി ശരത് പുതിയ ക്യാപ്റ്റൻ. ജിസേലിന് അനുവിനെ അടിമയാക്കാനുള്ള തന്ത്രം പാളി. നമസ്കാരം. ഇന്നലത്തെ ബിഗ് ബോസ് ഒത്തിരി വലിയ സംഭവങ്ങൾ ഒന്നും അല്ലേ പോലും കുറച്ച് ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാര്യം ഈ ക്യാപ്റ്റൻസി വന്ന ആര്യന്റെ പൊളിഞ്ഞത് കൊണ്ടായിരിക്കണം ബിഗ് ബോസ് ഒരു ചേഞ്ച്. അവിടെ സ്വേച്ഛാധിപതികൾ വരികയാണ്. ഒരു രാജകുമാരനും രാജകുമാരിയുമായിട്ട് വന്ന നെവിനും ജിസേലുമാണ് വന്നേക്കുന്നത്. ഇനിയും അടിമകളാണ് കുറച്ചുപേര്. അതുപോലെ റിബൽ ഗ്രൂപ്പ്, ക്യാപ്റ്റന്റെ ഗ്രൂപ്പ് അപ്പാനി ശരത്താണ് ഇന്നലെ ക്യാപ്റ്റനായത്. ഇന്നലെ രാവിലെ മുതൽ നടന്ന കുറെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ കോഴിപ്പോര് നടന്നു. അതിനകത്തിലെ കോഴികളുടെ ഒരു 3 റൗണ്ടിൽ വെച്ചിട്ട് കറങ്ങി ഏറ്റവും കുറവ് കോഴികൾ വരുന്ന ആ ഏത് റൗണ്ടിലാണോ ആ 3 പേര് നിന്നിട്ട് അവരാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞത്. അങ്ങനെ അപ്പാനി ശരത്ത് അങ്ങനെ ക്യാപ്റ്റൻ ആയത്. എന്തായാലും ശരി, ഈ സ്വേച്ഛാധിപതികളും അടിമകളും എന്ന് പറയുന്നത് ഒരു ജനത്തിന് അത് എങ്ങനെയൊക്കെ ഈ അവരുടെ കണ്ണിൽ കാണും എന്നുള്ളൊരു സംശയമുണ്ട്. ഇപ്പോൾ ബിഗ് ബോസ് അതിന്റെ ഒരു ശരിയായ ഒരു പിക്ചർ കൊടുത്തിട്ടില്ല. ഇന്നേ അതിന്റെ ഒരു കറക്റ്റ് ലൈനപ്പൊക്കെ ആകത്തുള്ളൂ. എന്തായാലും ശരി, അതിന് വീട് ഭരിക്കാൻ ഇവർക്ക് സമ്മതമുണ്ട്. അതായത് ഇവരെ അടിമകളെ കൊണ്ട് പിന്നെ സ്വതന്ത്രമാക്ക് ഇവരുടെ അടിമകളായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു പോകുന്ന ടാസ്കുകളിലൊക്കെ ചെയ്യണം. അതുപോലെ കിച്ചൺ ടീമും ഒക്കെ എന്ന് പറഞ്ഞാൽ അപ്പാനി ശരത്തിന് ആരെയും ബാക്കിയുള്ളവരെ മാത്രം അതിനകത്ത് കിച്ചൺ ടീമിലേക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു. അതിനിടയ്ക്ക് അനുമോടെ ഒരു ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് പേപ്പർ കത്തിച്ചപ്പം ഒരു കരച്ചില്. ഈ പെണ്ണിന് കരയാനേ നേരമുള്ളൂ. ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു 10 പ്രാവശ്യമെങ്കിലും കരഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നു. ബിഗ് ബോസിൽ വരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആരായാലും ശരി, ഈ കരച്ചിൽ ഇവർക്ക് ഗുണം ചെയ്യില്ല, നെഗറ്റീവ് ആകും. ഇവിടെ തന്ത്രം എനിക്ക് തോന്നുന്നത് ഈ കരഞ്ഞു കഴിഞ്ഞ് പ്രേക്ഷക മനസ്സ് കീഴടക്കാം എന്നുള്ളൊരു മോഹം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ശരി, അത് എത്രത്തോളം വിജയിക്കുന്നില്ല. പലപ്പോഴും കരുതുന്നു അങ്ങനെ. പിന്നെ ഈ അനുമോളെ കുറിച്ച് പിന്നെ ശൈത്യ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നീ മൊട്ടയടിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ പിന്നെന്തിനാണ് ഈ പേപ്പറിലെ ഒരു ഫോട്ടോ, ആ പേപ്പർ കത്തിക്കുമ്പോൾ നീ കരുതും, നിന്റെ ഫോട്ടോ കത്തിക്കുമ്പോൾ കരുതുന്നത് അത്രയും മനക്കരത്തെ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചപ്പോളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അനുമോടെ കൂടെ ഇടയ്ക്ക് നിൽക്കുന്നുണ്ട്, ഇടയ്ക്ക് ശൈത്യ തിരിയുന്നുണ്ട്, ഇപ്പുറത്തേക്ക് മാറുന്നുണ്ട്. ശൈത്യ ഒരു നോമിനേഷനിലേക്ക് വന്നിട്ട് ഒരു ചേഞ്ച് നല്ലപോലെ കളിച്ചോളാം എന്ന് പറഞ്ഞതിന്റെ പുതിയ തന്ത്രങ്ങൾ ശൈത്യം മെനയുന്നുണ്ട്. ഇതുവരെ കണ്ടതിൽ നിന്നും നമുക്ക് വ്യത്യസ്തമായി ബിഗ് ബോസിന് തോന്നുന്നത്, അതായത് പിന്നെ നമ്മുടെ ആരായിരുന്നു ആദ്യത്തെ ക്യാപ്റ്റൻ നമ്മുടെ വന്നിരുന്നത്? ആരായിരുന്നു വന്ന ക്യാപ്റ്റന്റെ പേര് ഞാൻ മറന്നുപോയി. പെട്ടെന്ന് നോക്കും. രണ്ടാമത് വന്ന ഷാനവാസ്, അനീഷിന്റെ പറഞ്ഞെല്ലാം കൂടെ അങ്ങോട്ട് നിൽക്കുന്നില്ല. അനീഷിന്റെ ഒരു ഒരു ലെവൽ കീപ്പ് ചെയ്ത് പോവുകയാണ്. ഇപ്പൊ അടിമയായിട്ട് വന്നിട്ടും പുള്ളിയായിട്ടുള്ള കാര്യങ്ങളിൽ അനീഷ് കളിക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്തിൽ ഇപ്പം കൂടുതൽ നെഗറ്റീവ് ക്യാരക്ടർ ആരെന്ന് വെച്ചാൽ ആര്യനാണ്. ആര്യന്റെ ഒരു ഡയറക്റ്റ് നോമിനേഷനിലാണ് അടുത്ത ആഴ്ച ബിഗ് ബോസ് ചെയ്തിരിക്കുന്നത്. ലാലേട്ടൻ അങ്ങനെ ഒരു പണി കൊടുത്തേക്കാണ്. പിന്നെ ലാലേട്ടനെ ചൊറിഞ്ഞ ഒരു സംഭവം എല്ലാവർക്കും അറിയാം. അത് ആർക്കും പബ്ലിക്കില് ലാലേട്ടനെ കൂട്ടുള്ള ഒരു വ്യക്തിയെടുത്ത് ആ മുഖഭാഗം, ഇവന്റെ മുഖം, ആ ഭാവം കണ്ടിട്ടാണ് അത് പബ്ലിക്ക് പോലും മനസ്സിലാക്കിയത്. നീരസത്തോടെ ദേഷ്യത്തോടാണ് ഇരിക്കുന്നത്. കുളിക്കുമ്പോൾ ഊരാവോ, അതുപോലെ ഉറങ്ങുമ്പോൾ ഊരാവോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നീ എന്നെ ഊരുവാണോ എന്ന് ലാലേട്ടൻ ചോദിച്ചു. പക്ഷെ അതിനപ്പുറം ഇന്നലെ ബിഗ് ബോസിൽ നടന്ന മറ്റൊരു പ്രധാന സംഭവം ആര്യനെതിരെ വന്നിട്ടുള്ളത്, ഈ ആര്യനും അപ്പാനിയും കൂടി ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ലാലേട്ടനെ ഡയറക്റ്റ് നോമിനേഷനിലിട്ടു. അക്ബറല്ലേ ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, അക്ബർ തെറി വിളിച്ചില്ല, അക്ബർ അങ്ങനെ എറിഞ്ഞില്ലേ, ഇനി എന്നൊക്കെ എന്തുകൊണ്ട് ലാലേട്ടൻ ഇട്ടില്ല എന്ന് ചോദിക്കുന്നു. പക്ഷെ
ഈ ക്യാപ്റ്റൻസി നിൽക്കുന്ന ഒരാള് ഇത്രയും വൃത്തികേട് കാണിച്ചിട്ട് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് അവരെ കിട്ടില്ലേ എന്ന് പറയുന്നത് ശരിയല്ല. ഒന്നത്. രണ്ടാമത്, ലാലേട്ടന്റെ ഒരു ഡിസിഷനെ ചോദ്യം ചെയ്യാൻ പിന്നെ ഈ ഇവരാരും ഒന്നുമല്ല. ആര്യനുമല്ല, അപ്പാനി ശരത്തുമല്ല, ആരുമല്ല. അപ്പൊ അപ്പാനി പിന്നെ ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് പറയുന്നു ലാലേട്ടൻ ചെയ്ത ഒരു പാർഷ്യാലിറ്റിയാന്ന് പറയുന്നുണ്ട്. അന്നേരം അപ്പാനി ശരത്ത് പറയുന്നു നീ ലാലേട്ടന്റെ ഫാൻസിന്റെ ഈ ഒന്നും പറയരുത്, തെറ്റാണെന്ന് പറഞ്ഞു. അന്നേരം തന്നെ പുള്ളി തിരുത്തുന്നുണ്ട്. ഇത് പറഞ്ഞത് അബദ്ധമായെന്ന് തോന്നിയിട്ടായിരിക്കും പെട്ടെന്നൊരു തിരുത്തു വരുന്നുണ്ട്. ലാലേട്ടൻ എന്റെ ഫാനാടാ, ഞാൻ എന്റെ ഇത്രയും ഇതായിട്ട് കാണുന്ന നടനാണെന്നൊക്കെ പറഞ്ഞ് അതിൽ തടി വരുന്നുണ്ട്. പക്ഷെ പുള്ളിയുടെ മനസ്സിൽ ട്രിഗർ ചെയ്യുന്നുണ്ട് ലാലേട്ടനെ. അത് ആര്യന് ബിഗ് ബോസിലെ ഒരു പരാജയത്തിന്റെ വഴിവെക്കാണ്. ഇത് ഇപ്പോൾ മാറ്റിക്കൊണ്ട് വന്നാൽ ചിലപ്പോൾ അടുത്ത ടാസ്കുകളിലൊക്കെ തിരിഞ്ഞൊരു റൊട്ടേഷൻ വരുവാണെങ്കിൽ ചിലപ്പോൾ ആര്യം കയറി വരും. പക്ഷെ ഇല്ലെങ്കിൽ ആര്യനെ പിടിച്ച് തൂക്കിയെടുത്ത് കളയും. എനിക്ക് വെളിയിൽ പോയാലും ഒന്നുമില്ല, എന്നെ വെളി കളയത്തല്ലേ ഉള്ളൂ, അല്ല അതിനപ്പുറം സംഭവം തലപോകത്തില്ല എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ ബിഗ് ബോസ് വന്നിട്ട് ഇങ്ങനെയുള്ള ഈ ഒരു ബിഗ് ബോസിനെതിരെ ലാലേട്ടനെതിരെയോ പറയാൻ തുടങ്ങി പിന്നെ അവനെ എനിക്കറിയത്തില്ല ബിഗ് ബോസ് എന്താ പറഞ്ഞു വിടുകയാണെങ്കിൽ കഠിനമായ ശിക്ഷകൾ കൊടുത്തിട്ട് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഇവരെ. എന്നാലും അതൊരു വിഷയമായിരുന്നു. എന്തായാലും ശരി, ജിസേലും നെവിനുമാണ് രാജകുമാരനും രാജകുമാരി. ഇതിനകത്തിലെ പ്രധാന ഇതെന്ന് പറഞ്ഞാൽ ഇവർക്ക് 7 പേരെ സെലക്ട് ചെയ്യുന്നുണ്ട്. അത് ആരൊക്കെയെന്ന് വെച്ചാല് ഷാനവാസ്, അക്ബർ, ഒനീല്, റെന, അനീഷ, ആര്യൻ, ബിന്നി. ജിസേല് എപ്പോഴും ഇവർക്ക് ഈ നോമിനേഷൻ കിട്ടുമെന്ന് പറഞ്ഞപ്പം അനുമോളെയായിരുന്നു ഉദ്ദേശിച്ചത്. ജിസേലിന്റെ ഭയങ്കര ഒരു ശത്രുത നിൽക്കുന്ന അനുമോളത്താണെന്നും അനുമോൾക്ക് ജിസേലാണെന്നും എല്ലാ വ്യൂവേഴ്സിനും അറിയാം. അപ്പം ജിസേല് ടാർഗറ്റ് ചെയ്തത് അനുമോളെ നടന്നില്ല. എന്തായാലും ശരി, ഇവരെ ഈ അടിമകള് ഈ കിച്ചണിലോട്ടോ ഒന്നും പോകത്തില്ല. ബാക്കിയുള്ള ടീം, അതായത് അപ്പാനി ശരത്തിന്റെ ടീം എന്ന് പറയുന്നത് അവരായിരിക്കും കിച്ചൺ കാര്യങ്ങളൊക്കെ കഴിയുന്നത്. അതിനകത്തുള്ളത് അനുണ്ട്, അനുമോള്, ശൈത്യമുണ്ട്, രേണുണ്ട്, അഭിലാഷ് ഉണ്ട്, നൂറ, ആദില നൂറ, അവർ ഇത്രയും പേരാണ്. അതുപോലെ തന്നെ മറ്റൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ആദില നൂറ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ബിഗ് ബോസ് എൻട്രി ചെയ്തെങ്കിൽ ഇനി അത് 2ആയിട്ടാണ്. കാര്യം എനിക്ക് തോന്നുന്നത് ആദില അല്ലെങ്കിൽ നൂറ, അതിനകത്ത് ആര് എക്സ് ഓർ വൈ ബെസ്റ്റ് വൺ അവരെ ഇവിടെ കുറച്ചുകൂടെ കളിപ്പിക്കും, ഒരാളെ അടുത്ത ഒരു നോമിനേഷനിലേക്ക് വിടാൻ ചാൻസ് ഉണ്ട്. അത് ബിഗ് ബോസിന്റെ ഈ ഇതും പ്രീ പ്ലാൻഡ് ഒന്നും അല്ല, ഈ കളികൾ കണ്ടിട്ട് ബിഗ് ബോസ് പ്ലാൻ ചെയ്തൊരു കാര്യമാണെന്ന് തോന്നുന്നു. നല്ലതായിരിക്കും അതൊരു നല്ലതാണ്. ഒരാളുടെ കുറ്റം കൊണ്ട് 2 പേരും കൂടെ പറഞ്ഞു വിടുന്നതിനൊക്കെ നല്ലത്. അല്ലെങ്കിൽ കൂടുതൽ അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി ഓരോരുത്തർക്കും കിട്ടുന്ന എക്സ്പോഷർ കിട്ടുന്നത് എന്നിട്ടായിരിക്കും ആ ഒരു തീരുമാനം. അതൊരു നല്ല തീരുമാനമാണ്. അങ്ങനൊരു തീരുമാനവും ഇന്നലെ വന്നിട്ടുണ്ട്. എന്തായാലും ഇനിയും ഈ ആഴ്ച സംഭവ ബഹുലമായ കുറേ ദിവസങ്ങളായിരിക്കും. പിന്നെ ഈ ഡയറക്റ്റ് നോമിനേഷനിൽ വന്നിട്ടുള്ളത് ആര്യൻ ഉണ്ടല്ലോ, ആര്യൻ ഓൾറെഡി ഉണ്ട്. പിന്നെ ആദില, നൂറ, അഭിലാഷ്, അതായത് ബിന്നി, ഒനില്, രേണു, ഇത്രയും പേരാണ് നോമിനേഷനിൽ വന്നിട്ട്. ഈ ആഴ്ച ഒരു നോമിനേഷൻ നടക്കുമോ? കഴിഞ്ഞ ആഴ്ചത്തെ പോലെ സരികയും പോയ മാതിരി ഈ ആഴ്ച 2 നോമിനേഷൻ നടക്കുമോ? ഓണത്തിന് മുമ്പേ ഒരു വൈൽഡ് കാർഡ് എൻട്രി വരുമോ? ഇങ്ങനെയുള്ള സസ്പെൻസ് നിറഞ്ഞ ഒരാഴ്ചയിലേക്കാണ് നമ്മൾ നടക്കുന്നത്. എന്തായാലും ഇതിനകത്തിന്റെ കിച്ചണിലേക്ക് കയറിയപ്പോൾ തന്നെ അനുമോളെടുത്ത് പിന്നെ അപ്പാനി ശരത്തുമായിട്ടുള്ള ഒരുപ്പുണ്ട്. അതിലുപരി നെവിൻ കയറി. കാര്യം അവർക്കിനിയും ഭരണകർത്താക്കളാണ്. രാജകുമാരൻ കിരീടമൊക്കെ രാജാവിന്റെ ലുക്കിലൊക്കെയുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അവർക്ക് എവിടെയും കയറാം, ഇവരെ കയറാം. അപ്പൊ അനുമോളെടുത്ത് കയറി ഫയർ ചെയ്യുന്നുണ്ട്. ഇവരോട് ഇങ്ങനെ ഒരു കോമഡി ആയിട്ടൊക്കെ ഉള്ള സീൻ
ഇങ്ങനെ കുരിപ്പ് വന്നിട്ട് കോമഡി ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ശരി, കിച്ചൺ ബേസ് ചെയ്ത് അടി നടക്കും. ജിസയിലും അനുമോക്കെതിരെ കളിക്കും. അപ്പം അനുമോൾ ശക്തമായിട്ട് നിൽക്കും. പക്ഷെ ഈ കുട്ടിയുടെ കരച്ചിന് മാറ്റി കളിക്കാൻ നോക്കുക. കുറച്ചുകൂടെ പോപ്പുലാരിറ്റിയും ഫാൻസും ഒക്കെ ഉള്ളൊരു കുട്ടിയാണ് അനുമോൾ. അപ്പൊ അത് കളഞ്ഞു പൊളിക്കായിരുന്നു നല്ലതാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. നിങ്ങളുടെ വിശ്വാസം എന്തെന്ന് കമന്റ് ചെയ്യാം. എന്തായാലും ശരി, ഈ സ്വേച്ഛാധിപതികൾ, അടിമകൾ, ഇവര് മറ്റ് ഈ റിബൽ ടീം അപ്പാനി ശരത്തിന്റെ ക്യാപ്റ്റൻസിയിലുള്ള ആ ടീമിനെ അടിമകളാക്കണം. അല്ലെങ്കിൽ ഇവര് സ്വേച്ഛാധിപതികളായി പോകത്തൊന്നുമില്ല. അവര് 1-2 ദിവസം കഴിയുമ്പോൾ പഴയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് മാത്രമായിട്ട് പോവുകയാണെങ്കിൽ ഈ സ്വേച്ഛാധിപതികൾ എന്നുള്ള പൊസിഷൻ തന്നെ ചിലപ്പോൾ ബിഗ് ബോസ് എടുത്തു കാണാൻ ചാൻസ് ഉണ്ട്. നമുക്കൊന്നും പ്രഡിക്റ്റബിൾ അല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തൊരു അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.